ജനുവരി 8-ാം തീയതി രാവിലെ 10 മണിക്കാണ് മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, നടപ്പ് വർഷത്തെ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുക, വരുന്ന പദ്ധതിയിൽ റോഡുകൾക്ക് കൂടുതൽ തുക അനുവദിക്കുക, താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക, തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കുക, വാർഡുകളിലേക്ക് പുതിയ തെരുവുവിളക്കുകൾ അനുവദിക്കുക, PMAY ഭവന പദ്ധതി കാര്യക്ഷമമാക്കുക, പൈപ്പ് ലൈനു വേണ്ടി പൊളിക്കുന്ന റോഡുകൾ ഉടൻ റിപ്പയർ ചെയ്യുക, അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, ബിൽഡിംഗ് മാഫിയകളെ നിയന്ത്രിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നത്. ബിൽഡിംഗ് പെർമിറ്റുകൾ അനുവദിക്കുന്നതിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നതായും PMA ജലീൽ ആരോപിച്ചു. ഒറ്റപ്പാലം നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ വരുന്ന തിങ്കളാഴ്ച 8-ാം തീയതി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. തകർന്നു കിടക്കുന്ന തകർന്നെടുക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, നടപ്പ് വർഷത്തെ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുക, വരുന്ന പദ്ധതിയിൽ പശ്ചാത്തല മേഖലയ്ക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുക, താലൂക്ക് ആശുപത്രി പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക, തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കുക, വാർഡുകളിലേക്ക് പുതിയ തെരുവുവിളക്കുകൾ അനുവദിക്കുക, PMAY ഭവന പദ്ധതി കാര്യക്ഷമമാക്കുക, പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി പൊളിക്കുന്ന റോഡുകൾ യഥാസമയം റിപ്പയർ ചെയ്യുക, അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, ബിൽഡിംഗ് മാഫിയകളെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. ഈ സമരത്തിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്.